അപ്പോൾ ഈ കിളിക്കൂടിൻ്റെ അടുത്ത് കാണുന്നത് മഴവെള്ള സംഭരണിയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 18 വർഷമായി. 18 വർഷത്തിന് മുമ്പ് പണിത മഴവെള്ള സംഭരണിയാണ്. കാരണം ഈ വീടിന് പ്ലാൻ വരയ്ക്കുന്നതോടൊപ്പം അന്നൊരു നിയമം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം മഴവെള്ള സംഭരണിയുടെ സ്ഥാനം കൂടെ അതിൽ ചേർക്കണമെന്ന്. അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് എങ്കിൽ മാത്രമേ നമുക്ക് വീടിൻ്റെ പ്ലാനിന് സാങ്ഷൻ കിട്ടുള്ളായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ ഒരു മഴവെള്ള സംഭരണിയാണ്. ആ മഴവെള്ള സംഭരണി ഞങ്ങളൊരു 7-8 വർഷം ഉപയോഗിച്ചു. കാരണം അതിന് ശേഷം അതിൻ്റെ ഏറ്റവും താഴെയാണല്ലോ അതിന് ടാപ്പ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മറ്റ് ഇതിലേക്ക് വെള്ളം വരാതെ ശക്തിയായിട്ട് വെള്ളം വരത്തില്ലായിരുന്നു. അങ്ങനെ നമ്മളിതിങ്ങനെ വെറുതെ കിടന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് നേട്ടനൊരു ആശയം ഉദിച്ചു, ഇതിൻ്റെ അകത്ത് മത്സ്യങ്ങളെ വളർത്തിയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ മത്സ്യക്കുഞ്ഞുങ്ങളെ മേടിച്ചിട്ടു. അതേതായാലും വിജയകരമായി ആയിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യം മത്സ്യക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ മേടിച്ചിട്ട് രണ്ടും നന്നായിട്ട് വളർന്നു വന്നു. ഞങ്ങളത് പിടിക്കുകയും ചെയ്തു. കഴിഞ്ഞിടയ്ക്ക് പിടിച്ചതാണ് ഇപ്പം ഞാനിവിടെ കണ്ടത്. ഇപ്പോൾ അടുത്ത് തന്നെ മേടിച്ചിട്ടിട്ടുണ്ട്. അതിനെ പിടിക്കാറായിട്ടുണ്ട് ഏകദേശം. കാരണം അത് അത്രയും വലിപ്പമുള്ളതായി. അപ്പം ഈ ടെറസിൽ വീഴുന്ന വെള്ളം മുഴുവന് ഈ സംഭരണിയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ഇത് ശുദ്ധമായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ റോവ് ഇട്ടേക്കുന്ന റോവ് കണ്ടോ അതിൻ്റെ അകത്ത്. ആ ഓവിൻ്റെ ഒരു ചെറിയ റോസ് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ വെളിയിലോട്ട് നിറഞ്ഞ് അധികമാകുന്ന വെള്ളം ഒഴുകി പോവുകയും ചെയ്യും. അങ്ങനെ ഈ സംഭരണി ഇങ്ങനെ നല്ല ഫ്രഷായിട്ടിരിക്കും. അപ്പം മീനുകൾക്ക് വായു സഞ്ചാരം ഉണ്ടാകാൻ വേണ്ടി അതിൻ്റെ മൂടിയങ്ങ് എടുത്ത് മാറ്റി. അപ്പം നന്നായിട്ട് വായു സഞ്ചാരവും ഉണ്ടായി. അങ്ങനെ മത്സ്യകൃഷി വിജയകരമായി ജലസംഭരണിയിൽ മഴവെള്ള സംഭരണിയിൽ ഞങ്ങൾ നടപ്പിലാക്കി. അന്നത്തെ ആയതുകൊണ്ട് 18 വർഷം മുമ്പുള്ളതല്ലേ, അപ്പോൾ ജലനിധിയുടെ ഭാഗമായിരുന്നു. അതേതായാലും ഇപ്പോൾ ഇതിങ്ങനെ ഈ പ്രയോജനം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പം ഇത് നല്ല രസമാണ് കേട്ടോ. കാരണം അതിൻ്റെ അടുത്ത് രാവിലെ എന്തെങ്കിലും തീറ്റിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുങ്ങളിങ്ങനെ കിടന്നിങ്ങനെ ചാടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണാൻ രസമല്ലേ. അങ്ങനെ നമ്മുടെ സമയം പോകുന്നത് അറിയത്തില്ല. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ആസ്വാദികരമാക്കാൻ സാധിക്കും, സമയത്തെ പ്രൊഡക്റ്റീവാക്കാൻ സാധിക്കും. അതുപോലെ ഈ ലവ് ബേർഡ്സ് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത ലവ് ബേർഡ്സിൻ്റെ കൂടെ. അപ്പോൾ അവർ കിടന്ന് ബഹളം വെക്കുമ്പോൾ ഞാൻ പനിക്കൂർക്കയും തുളസിയിലൊക്കെ ഇട്ട് കൊടുത്തു. അവർക്കും സന്തോഷമായി. അവരിങ്ങനെ കിലവിലാ വെക്കുന്ന സ്വരവും എല്ലാം കൂടി ആകുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ മറ്റ് ആൾക്കാർ, പിള്ളേരൊന്നും ഇല്ലെങ്കിൽ, പിള്ളേർ നമ്മളന്ന് പോയെങ്കിലും അവർ ഇല്ലെങ്കിലും ഇവരുടെയൊക്കെ ശബ്ദമാണ് ഇന്ന് വീടിനെ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നത്. അപ്പം കിളികളും പെറ്റ്സിനെയൊക്കെ വളർത്തുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാകുന്നു.